നെക്സ്റ്റ് ഇസ് ദ സീരിയൽ മൾട്ടി സ്റ്റേജ് മോഡൽ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡൈനമിക് പ്രോഗ്രാമിങ്ങിൻ്റെ തിയററ്റിക്കൽ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഡൈനമിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്റ്റേജസ് ആയിട്ട്, എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും സ്റ്റേജസ് ആയിട്ട്, എത്ര ഡെസിഷൻ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും സ്റ്റേജസ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇത് ഒരു സീരിയൽ രീതിയിലാണ് ചെയ്തു പോകുന്നത്. അതായത് ഒരു ഫസ്റ്റ് നമ്മൾ റിക്കർഷൻ ഫോമുല നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ഒരു ഫസ്റ്റ് ഫോമിലേക്കകത്ത് നമ്മൾ എന്താണ് ഒരു വേരിയബിളിനെ മാക്സിമൈസ് ചെയ്യും, സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ രണ്ടാമത്തെ വേരിയബിളിനെ മാക്സിമൈസ് ചെയ്യും. അങ്ങനെ ആ രീതിയിലാണ് നമ്മളിതിനെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യുന്നത്. സോ നിങ്ങൾ പ്രോബ്ലംസ് കണ്ടു. ഇനി ആ പറഞ്ഞിരിക്കുന്ന നമ്മൾ ആ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്ന കാര്യം തന്നെ തിയറിറ്റിക്കലി നമ്മളിവിടെ അതിനെ ജനറലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത്. സപ്പോസ് ദർ ഇസ് എ സിസ്റ്റം വിച്ച് ഈസ് ഇനിഷ്യലി ഇൻ എ സ്റ്റേജ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്റ്റർ എക്സ് എൻ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് certain decisions denoted by the vector u finally assumes the state x naught. അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ എക്സ് എൻ വെച്ച് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യും? എക്സ് നോട്ട് വെച്ച് ഡിനോട്ട് ചെയ്യും. ഈ ഫൈനൽ സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് certain decisions യു. അതായത് എക്സ് എൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ആ പ്രോബ്ലം, ആ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്. അതിൽ യു എന്ന് പറയുന്ന സം ഡെസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്താണ് നമുക്ക് ഫൈനൽ സ്റ്റേറ്റായ എക്സ് നോട്ട് കിട്ടുക. ഓക്കെ, സോ അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എക്സ് എന്നിൽ യു എന്ന് പറയുന്നത് ഡെസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റേറ്റായ എക്സ് നോട്ടിലെത്തുന്നു. ഇനി യു എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടി എന്നും ഇവിടെ ടി എന്നും ഫൈ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സ് എന്ന് പറയുന്നത് ദ ബോക്സ് റെപ്രസെൻറ്റ്സ് ദ ട്രാൻസ്ഫോർമേഷൻ ടി എൻ വിച്ച് ഫങ്ഷണലി റിട്ടൺ ആസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ടി എൻ ഓഫ് എക്സ് എൻ യു. അതായത് യു എന്ന് പറയുന്ന ഡെസിഷൻ നമ്മൾ എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ആ ട്രാൻസ്ഫോർമേഷനെയാണ് ടി എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ അതിന് ഫങ്ഷണലി നമ്മൾ എഴുതിയാൽ എന്താണ്? ടി എൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ടി എൻ ഓഫ് എക്സ് എൻ യു. എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യു എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് ടി എൻ. സോ അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഈ സ്റ്റേറ്റും ആ കറസ്പോണ്ടിങ് ഡെസിഷനും. സോ ടി എൻ ഓഫ് എക്സ് എൻ യു, എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യു എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് ടി എൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു റിസൾട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? ഫൈനൽ സ്റ്റേറ്റായ എക്സ് നോട്ട്. സോ ടി എൻ ഓഫ് എക്സ് എൻ യു ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫൈ എൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് താഴെ പറയാം. ഓക്കെ, ഹിയർ എക്സ് എൻ ഇസ് ദ ഇൻപുട്ട് ആൻഡ് എക്സ് നോട്ട് ഇസ് ദ ഔട്ട്പുട്ട്. എക്സ് എൻ ഇനിഷ്യൽ സ്റ്റേറ്റും എക്സ് നോട്ട് ഔട്ട്പുട്ടുമാണ്. ഓക്കെ, അസോസിയേറ്റഡ് വിത്ത് ദിസ് ട്രാൻസ്ഫോർമേഷൻ സപ്പോസ് ദർ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ എൻ ഓഫ് എക്സ് എൻ യു കോൾ ദി ഒബ്ജക്റ്റീവ് ഓർ ദ റിട്ടേൺ ഫംഗ്ഷൻ. ഇവിടെ നമ്മളിവിടെ യു എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ടി എൻ. ആസ് എ റിസൾട്ട് ഇവിടെ ഒരു ഫൈ എൻ. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സ്റ്റേജ് എക്സ് നോട്ടാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ. നമ്മളപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു ഫൈ എൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫൈ എൻ പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഫൈ എൻ ഓഫ് എക്സ് എൻ യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കോൾഡ് ദ ഒബ്ജക്റ്റീവ് ഓർ ദ റിട്ടേൺ ഫംഗ്ഷൻ. നമ്മൾ റിട്ടേൺ ഫംഗ്ഷൻ നമുക്ക് മാക്സിമൈസോ മിനിമൈസോ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, എഫ് വൺ യു വൺ പ്ലസ് എഫ് ടു യു ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ യു എൻ എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡെസിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഫൈ എൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡൈനമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഓക്കെ, ഫസ്റ്റ് ദ പ്രോബ്ലം ഈസ് ടു ഡിറ്റർമൈൻ. നമുക്ക് എന്താണ് ഡൈനമിക് പ്രോഗ്രാമിംഗ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബ്ലം ഈസ് ടു ഡിറ്റർമൈൻ യു. ഡെസിഷൻ വേരിയബിൾസ് യു ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ ഗിവൺ ഇൻപുട്ട് എക്സ് എൻ സോ ദാറ്റ് നമുക്ക് മാക്സിമൈസോ മിനിമൈസോ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? ഫൈ എൻ. ഫൈ എൻ ഈസ് മിനിമം ഓർ മാക്സിമം സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻറ്റ് 1. ഇവിടെ ഈ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് വരിക. കാരണം 1 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് എന്ന് പറയുന്ന ഡെസിഷൻ വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1. സോ അതാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻറ്റ് 1. ദ ട്രാൻസ്ഫോർമേഷൻ 1 ഈസ് ആക്ച്വലി എ കൺസ്ട്രെയിൻറ്റ് ഓൺ യു. ആ ട്രാൻസ്ഫോർമേഷൻ 1 ആണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ,
ഇതാണ് ഒരു ഡൈനമിക് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. ഇതിനെ നമ്മൾ ഡൈനമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുകയാണ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Suppose that the problem can be decomposed into a number of stages j for j is equal to 1 to etc n with xj representing the input at the jth stage. Okay, jth സ്റ്റേജിലെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ xj എടുക്കും. The system is imagined to pass through a succession of intermediate stages xn-1, xn-2, etc. x2, x1 before it reaches the final state x0 from the initial state xn. നമ്മൾ പറഞ്ഞു നമ്മൾ n സ്റ്റേജസ് ആയിട്ട് ഈ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓരോ സ്റ്റേജിലെയും ഇൻപുട്ടായിട്ട് എക്സ് ജെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരുന്നു ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സൻ ആണ്, ഫൈനൽ സ്റ്റേറ്റ് എക്സ് നോട്ട് ആണ്. ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനും ഫൈനൽ സ്റ്റേറ്റിനും ഇടയ്ക്ക് എത്ര ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് വരും? n-1 ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് വരും. xn-1, xn-x1. അതായത് ആദ്യത്തെ സ്റ്റേജ് എക്സൻ, അവിടുന്ന് xn-1 സ്റ്റേജിലേക്ക് പോകും. പിന്നെ xn-2 എന്ന് പറയുന്ന സ്റ്റേജ് എക്സെട്ര x2, x1, x0 എന്ന് പറയുന്ന സ്റ്റേജിൽ ഫൈനലി എത്തും. അങ്ങനെ n സ്റ്റേജസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. Each stage xj-1 is a function of the input state xj, so that xj-1 is equal to tj of xj uj. നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു എക്സൻ ആണ്. എക്സനിൽ യു എൻ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക. എക്സനിൽ യു എൻ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ആണ് അടുത്ത സ്റ്റേറ്റായ xn-1ലേക്ക് പോവുക. അതേപോലെ xn-1 un-1 എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് xn-2 എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ ട്രാൻസ്ഫോർമേഷൻ ടി ജെ എന്ന് പറയുന്ന സം ട്രാൻസ്ഫോർമേഷൻ എക്സ് ജെ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അതായത് ആ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് ജെ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യു ജെ എന്ന് പറയുന്ന ഡെസിഷൻ വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പം അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. xj-1 xn-ൽ നിന്ന് xn-1ലേക്ക് പോകുന്ന പോലെ. ഓക്കെ, ജനറലായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ. ഓൾസോ assume that at the jth stage there is a stage function return fj of xj. അതേപോലെ ഓരോ സ്റ്റേജിലും നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് എഫ് ജെ ഓഫ് എക്സ് ജെയും നമുക്ക് കിട്ടും. ഓക്കെ, ആ സ്റ്റേജിലെ റിട്ടേൺ ഫംഗ്ഷൻ, അതായത് ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ f1 ഓഫ് x1 u1, സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ f2 ഓഫ് x2 u2. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓരോ സ്റ്റേജിലെയും സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷനെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദ റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എൻ ഈസ് സം ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റേജ് റിട്ടേൺസ്. ഈ റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എൻ നമ്മൾ ആദ്യം പ്രോബ്ലം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇതായിരുന്നു റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എൻ. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നു. ആ ഫൈ എൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എൻ ഈസ് സം ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റേജ് റിട്ടേൺസ്. ഈ സ്റ്റേജ് റിട്ടേൺസ് എഫ് ജെ ഓഫ് എക്സ് ജെ യു ജെയുടെ ഫംഗ്ഷൻ ആയിരിക്കും. അതെ, നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അഥവാ റിട്ടേൺ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? f1 u1 പ്ലസ് f2 u2 പ്ലസ് എക്സെട്ര പ്ലസ് fn un എന്നല്ലേ. ദാറ്റ് ഈസ് ഫൈ എൻ ഈസ് ഈക്വൽ ടു ഫൈ എൻ ഓഫ് fn-1 എക്സെട്ര f2 f1. അതിൻ്റെ സമ്മോ പ്രോഡക്റ്റോ ഒക്കെ ആയിരിക്കും വരുന്നത് എഫൻസിൻ്റെ. ഓക്കെ, സോ ഫൈ എന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്ലെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ 5 ഡസ് നോട്ട് കോൺട്രഡിക്റ്റ് ഇക്വേഷൻ 2. ഇക്വേഷൻ 5 എന്ന് പറയുന്നത് ഇത് ഫൈ എന്നിനെ നമ്മൾ f1 f2 എക്സെട്ര fൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുന്നു. അത് എന്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്? ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഫൈ എൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ ആൻഡ് യു. നമ്മൾ ജനറൽ പ്രോബ്ലത്തിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, ഫൈ എൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ ആൻഡ് യു എന്നായിരുന്നു. സോ നമ്മളിപ്പോൾ കിട്ടിയ നമ്മുടെ ഫൈ എൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് f1 f2 എക്സെട്ര fn-1 എന്ന് പറയുന്നത് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ബൈ 5 ഇക്വേഷൻ നമ്പർ 5 അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ എൻ ഈസ് ഈക്വൽ ടു ഫൈ എൻ ഓഫ് fn-1 എക്സെട്ര f2 f1 എന്ന് എഴുതാം. ഓക്കെ, ഈ fn എന്ന് പറഞ്ഞാൽ എന്താണ്? fn ഈസ് എ ബൈ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 എന്താ പറയുന്നത്? എഫ് ജെ ഓഫ് സ്റ്റേജ് റിട്ടേൺസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ജെ ആൻഡ് യു ജെ. സോ അങ്ങനെയാണ് fn എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? fn ഓഫ് എക്സ് എൻ യു എൻ എന്ന് എഴുതാം. fn-1 ആകുമ്പം ഓഫ് xn-1 un-1 എക്സെട്ര f2 ആകുമ്പോൾ x2 u2 f1 ഓഫ് x1 u1. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 3 ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. fn ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ യു എൻ എന്ന് കിട്ടി. ഈ fn എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് റിട്ടേൺസ് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജനറൽ ഫിഗർ നോക്കിയാൽ അറിയാം, ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് സ്റ്റേജ് റിട്ടേൺസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ fn എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? tn എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോഴാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ? tn ഓഫ് എക്സ് എൻ യു എൻ fn-1 ഓഫ് xn-1 un-1 വരും tn-1 ഓഫ് xn-1 un-1 കറസ്പോണ്ടിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾ ഇതെന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് tn ഓഫ് എക്സ് എൻ യു എൻ.
ടി എൻ ഓഫ് എക്സ് എൻ യു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേജിൽ യു എൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ് എക്സ് എൻ മൈനസ് വണ്ണിൽ യു എൻ മൈനസ് വൺ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ എക്സ് എന്നിൽ യു എൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകും എക്സ് എൻ മൈനസ് വൺ. സോ അതിനകത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നു? യു എൻ മൈനസ് വൺ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങോട്ട് പോകും? എക്സ് എൻ മൈനസ് ടു എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇവിടെ യു എൻ മൈനസ് ത്രീ അപ്ലൈ ചെയ്യും, അങ്ങനെ പോകും. സോ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെ? ആദ്യം എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അവിടെ യു എൻ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ മൈനസ് വൺ എന്ന സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ് നോക്കണ്ട, ഡെസിഷൻസ് മാത്രം എഴുതുക. സ്റ്റേറ്റ് അവിടെ കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. യു എൻ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഏത് ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു? യു എൻ മൈനസ് വൺ എക്സെട്ര എവിടം വരെ പോകും? യു ടു യു വൺ. ഓക്കെ, സോ ഇതാണ് വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? ഫൈ എൻ ഓഫ് എക്സ് എൻ യു എൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ യു എന്ന് പറയുന്ന ഡെസിഷനെ നമ്മൾ എൻ സ്റ്റേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യു എൻ യു എൻ മൈനസ് വൺ എക്സെട്ര യു ടു യു വൺ എന്ന് പറയുന്ന അത്രയും ഡെസിഷൻസ് അപ്ലൈ ചെയ്യുന്നു. സോ എന്താണ് ഇപ്പോൾ കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ആണ്. സോ ദ ക്ലെയിം ഈസ് പ്രൂവ്ഡ്. ദിസ് ഇസ് ദ മോഡൽ ഓഫ് എ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം. ഇതാണ് ഒരു സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലത്തിൻ്റെ മോഡൽ. ഇനി അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എക്സ് എൻ, യു എൻ എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുന്നു. അവിടെ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ടി എൻ ആണ്. കറസ്പോണ്ടിങ് സ്റ്റേജ് റിട്ടേൺസ് അവിടുത്തെ എഫ് എൻ. ആസ് എ റിസൾട്ട് എക്സ് എൻ എന്ന് പറയുന്നതിൽ യു എൻ ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എൻ മൈനസ് വൺ എന്ന സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് എക്സെട്ര. ഡോട്ടഡ് ലൈൻസ് ഞാൻ എക്സെട്ര വെച്ചിട്ടാണ്. എന്നിട്ട് നടുക്ക് ഒരു ജസ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. എക്സ് ജെ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ടി ജെ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത്. യു ജെ എന്ന് പറയുന്ന ഡെസിഷൻ വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സ്റ്റേജ് റിട്ടേൺസ് എഫ് ജെ. തുടർന്നത് എക്സ് ജെ മൈനസ് വൺ എന്ന സ്റ്റേറ്റിലേക്ക് പോകും എക്സെട്ര. അവസാനം എന്താണ്? എക്സ് വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യു വൺ എന്ന് പറയുന്ന ഡെസിഷൻ വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ ടി വൺ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അവിടുത്തെ സ്റ്റേജ് റിട്ടേൺസ് എഫ് വണ്ണും ഫൈനൽ സ്റ്റേറ്റായി എക്സ് നോട്ടിലെത്തും. ഓക്കെ, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. The DP method postulates that under certain conditions the problem of determining the optimal U, ഡൈനാമിക് പ്രോഗ്രാം മെത്തേഡ് വെച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഒപ്റ്റിമൽ യു വാല്യൂസ് ആണ്, യു ഐസ് ആണ് നമ്മൾ അവസാനം കണ്ടുപിടിക്കുന്നത്. ദ ഒപ്റ്റിമൽ യു വിച്ച് വുഡ് മിനിമൈസ് ഓർ മാക്സിമൈസ് ഫൈ എൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായ ഫൈ എൻ ഓഫ് എക്സ് എൻ യു സബ്ജക്ട് ടു എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ടി എൻ ഓഫ് എക്സ് എൻ യു. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ക്യാൻ ബി റെഡ്യൂസ് ടു എ സീരിയൽ മൾട്ടി സ്റ്റേജ്. ഇതാണ് നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ ആദ്യം പറഞ്ഞത്. This can be reduced to a serial multi-stage problem. Sequentially the optimal decisions UJ. അത് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യു വൺ യു ത്രീ അല്ലെങ്കിൽ യു എൻ മാക്സിമൈസ് ചെയ്യുന്നു. യു എൻ ആണ് നമ്മൾ ഫസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ യു എൻ മൈനസ് വൺ ആണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡിലേക്ക് പോകുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Reduced to a serial multi-stage problem of determining sequentially the optimal decisions uj, j is equal to 1 to etc n, which minimize or maximize the return function phi n of fn, fn minus 1 etc f1. Here phi n is of the form എന്താണ്? phi n is a function of fn, fn minus 1 etc fn അല്ലേ. So phi n is fn composition fn minus 1 composition etc composition f2 composition f1, where composition denotes the composition vector which can be either addition or multiplication. നമ്മൾ കണ്ടിട്ടുണ്ട് എഫ് വൺ യു വൺ പ്ലസ് എഫ് ടു യു ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ യു എൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഇനി അല്ലെങ്കിൽ സം എഫ് വൺ എഫ് ടു പ്ലസ് എഫ് ത്രീ എന്ന് ഒക്കെ വരാം റിട്ടേൺ ഫംഗ്ഷൻ. ഓരോ കോമ്പിനേഷനും ഒന്നെങ്കിൽ അഡീഷൻ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അത്രേ ഉള്ളൂ. വി ക്യാൻ റൈറ്റ് ഫൈ എൻ ഈസ് ഈക്വൽ ടു എഫ് എൻ കോമ്പസിഷൻ ഫൈ എൻ മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫൈ എൻ മൈനസ് വൺ എന്തായിരിക്കും? ഫൈ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എഫ് എൻ മൈനസ് വൺ കോമ്പസിഷൻ എഫ് എൻ മൈനസ് ടു കോമ്പസിഷൻ എക്സെട്ര കോമ്പസിഷൻ എഫ് ടു കോമ്പസിഷൻ എഫ് വൺ ആയിരിക്കും. സോ ദാറ്റ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എഫ് എൻ ഓഫ് എക്സ് എൻ, ഇനി റിക്കർസീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് ഇവിടെ പോകുന്നത്. എഫ് എൻ ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമൈസ് ഓർ മാക്സിമൈസ് യു എൻ മൈനസ് വൺ എക്സെട്ര യു ടു യു വൺ ഫൈ എൻ. എഫ് എൻ ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ഞാൻ ഫൈ എൻ മാക്സിമൈസ് ചെയ്യുന്ന ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യണം. ഫൈ എൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ യു എൻ എക്സെട്ര യു വൺ. ദാറ്റ് ഈസ് എഫ് എൻ ഓഫ് എക്സ് എൻ ഈസ് മിനിമൈസ് ഓർ മാക്സിമൈസ് യു എൻ. ഈ ഫൈ എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് എൻ കോമ്പസിഷൻ എഫ് എൻ മൈനസ് വൺ എന്ന് എഴുതാമെന്ന് പറഞ്ഞു ബൈ ഇക്വേഷൻ 7. സോ അതിവിടെ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫൈ എന്നിന് പകരം എഫ് എൻ കോമ്പസിഷൻ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് കൊടുക്കുന്നു ഞാൻ. അപ്പോൾ ഇവിടെ എഫ് എൻ മാത്രമാണ് വരുന്നത്. സോ എഫ് എൻ വരുമ്പോൾ മാക്സിമൈസ് യു എൻ മാത്രമേ വരുന്നുള്ളൂ. എഫ് എൻ്റെ ഡെസിഷൻ
എഫിൻ്റെ കറസ്പോണ്ടിങ് ഡെസിഷൻ എന്ന് പറയുന്നത് യു എൻ ആണ്. സോ ഇവിടെ മാക്സിമൈസ് ഓർ മിനിമൈസ് യു എൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഈ എഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ ഈസ് മിനിമൈസ് ഓർ മാക്സിമൈസ് യു എൻ മൈനസ് വൺ എക്സെട്ര യു. ഇവിടെ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് എൻ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ എഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ യു എൻ മൈനസ് വൺ എക്സെട്ര യു വൺ എന്ന് കൊടുക്കാം. ഓക്കെ, സോ അതാണ് മൈനസ് വൺ ഓഫ് എക്സ് എൻ മൈനസ് വൺ. ഓക്കെ, ഇങ്ങനെ റിക്കർസീവ് റിലേഷൻസ് ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ റിക്കർസീവ് റിലേഷൻ എനിക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ ഈ ഫൈ എന്നെ എഫ് എൻ കോമ്പസിഷൻ ഫൈ എൻ മൈനസ് വൺ, ആ ഫൈ എൻ മൈനസ് വണ്ണെ വീണ്ടും ഇതിൻ്റെ കോമ്പസിഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നു. ഫൈ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ഈ റിക്കർസീവ് ഫോമുല ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു, കണക്ട് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. പ്രോപ്പർട്ടി 7 ഓഫ് ദ റിട്ടേൺ ഫംഗ്ഷൻ ഈസ് കോൾഡ് സെപ്പറബിലിറ്റി. ഈ 7നെയാണ് ഞാൻ ആ പ്രോപ്പർട്ടിയാണ് സെപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ഈ സെപ്പറബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവിടെ റിക്കർസീവ് ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നു, കണക്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നു. ഓക്കെ, ഈ ഫൈ എൻ മൈനസ് വൺ എക്സെട്ര ഫൈ ടു ആർ ഓൾ സക്സസീവ്ലി സെപ്പറബിൾ. നമ്മളിപ്പം ഇതിനെ എഫ് എൻ കോമ്പസിഷൻ ഫൈ എൻ മൈനസ് വൺ എന്ന് എഴുതിയതുപോലെ അടുത്ത ഫൈ എൻ മൈനസ് വണ്ണിന് എനിക്ക് എഫ് എൻ മൈനസ് വൺ കോമ്പസിഷൻ ഇത്രയും ഫൈ എൻ മൈനസ് ടു എന്ന് കൊടുത്ത് അങ്ങനെ പോകാൻ സാധിക്കുമെങ്കിൽ, അതായത് സക്സസീവ്ലി എല്ലാം സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ ദ റിക്കർസീവ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? ജനറലി റിക്കർസീവ് റിലേഷൻ എഴുതുകയാണ്. എഫ് ജെ ഓഫ് എക്സ് ജെ ഈസ് മിനിമൈസ് ഓർ മാക്സിമൈസ് യു ജെ എഫ് ജെ കോമ്പസിഷൻ ജെ മൈനസ് വൺ ഓഫ് എക്സ് ജെ മൈനസ് വൺ ജെ ഈസ് ഈക്വൽ ടു 2 3 എക്സെട്ര എൻ ആൻഡ് എഫ് വൺ ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എന്താണ്? മിനിമൈസ് ഓർ മാക്സിമൈസ് എഫ് വൺ. ഓക്കെ, സബ്ജക്റ്റ് ടു ഇവിടുത്തെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജനറലായിട്ട് എഴുതുന്നത്? എക്സ് ജെ മൈനസ് വൺ ഈസ് ടി ജെ ഓഫ് എക്സ് ജെ യു ജെ ജെ ഈസ് ഈക്വൽ ടു 2 3 എക്സെട്ര എൻ. ഇക്വേഷൻസ് 11, 12 ആൻഡ് 13 കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിക്കർസീവ് പ്രൊസീജിയർ. റിക്കർസീവ് പ്രൊസീജിയറിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ് 11, 12 ആൻഡ് 13 ഇൻവോൾവിങ് ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ആണ്. ഇവിടെ അത് നമ്മൾ അറിയാതെ ആ പ്രിൻസിപ്പിൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ഇൻ എ മൾട്ടി സ്റ്റേജ് സിസ്റ്റം വിത്തൗട്ട് ഫീഡ്ബാക്ക് മീൻസ് എന്താണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ വിച്ച് സബ്സീക്വൻറ്റ് ഡെസിഷൻസ് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ദ ഏർലിയർ ഡെസിഷൻസ്. അതായത് നമ്മളെ മുന്നത്തെ സ്റ്റേജിൽ നമ്മുടെ ഡെസിഷൻ നെക്സ്റ്റ് സ്റ്റേജിൽ അഫക്റ്റ് ചെയ്യില്ല, അത് ആ ഒരു സ്റ്റേജിനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന ഡെസിഷൻ അത് ആ സ്റ്റേജിനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഏർലിയർ ഡെസിഷൻസ്, മുന്നത്തെ സ്റ്റേജിലെ ഡെസിഷനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. സബ്സീക്വൻറ്റ് ഡെസിഷൻസ് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ദി ഏർലിയർ ഡെസിഷൻസ്. ഏർലിയർ ഡെസിഷൻസിൽ കിട്ടിയ ഔട്ട്കത്തിനെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ പ്രോബ്ലത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്ന ഡെസിഷൻ ആ സ്റ്റേജിലെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ, അതിന് മുമ്പ് എടുത്ത ഡെസിഷനെയോ ആ ഡെസിഷൻ്റെ ഔട്ട്കമിനെയോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വാട്ട് എവർ ദി ഏർലിയർ സ്റ്റേറ്റ്സ് ആൻഡ് ഡെസിഷൻസ് ബി, ഏർലിയർ സ്റ്റേറ്റ്സും ഡെസിഷൻസും എന്തും ആയിക്കോട്ടെ, ദ സബ്സീക്വൻറ്റ് ഡെസിഷൻസ് മസ്റ്റ് ഫോം ആൻ ഒപ്റ്റിമൽ പോളിസി വിത്ത് റെസ്പെക്ട് ടു ദി കറണ്ട് സ്റ്റേറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഡെസിഷൻ, സബ്സീക്വൻറ്റ് ഇനി വരുന്ന ഡെസിഷൻസ് ആ കറണ്ട് സ്റ്റേറ്റിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വിച്ച് ഹാസ് അറൈസൺ ഫ്രം ഏർലിയർ ഡെസിഷൻസ്. കറണ്ട് സ്റ്റേറ്റ് അറൈസ് ചെയ്തിരിക്കുന്ന ഏർലിയർ ഡെസിഷൻസിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ സ്റ്റേറ്റിൽ എടുക്കുന്ന സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ, ഇതിന് മുമ്പത്തെ സ്റ്റേറ്റിനെയോ അതിൻ്റെ ഔട്ട്കംസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആ പ്രിൻസിപ്പിളാണ് ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ്. നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിൽ റിക്കർസീവ് റിലേഷനിൽ തീർച്ചയായും ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി വരുന്നുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന ഡെസിഷൻ എന്താണ്? നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ഓരോ എഫ് ജെ ഓഫ് എക്സ് ജെ എന്ന് പറയുമ്പോൾ മിനിമൈസ് ഓർ മാക്സിമൈസ് യു ജെ മാത്രമേ വരുന്നുള്ളൂ. അതിന് മുന്നേ മൈനസ് വൺ ഓഫ് എക്സ് ജെ മൈനസ് വണ്ണിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എടുത്ത ഡെസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ ബെൽമാൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിളും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് ഫെയിലിയർ. നമ്മളിപ്പം സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലമായിട്ട് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനെ ഡിവൈഡ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഇനി അതിനകത്ത് വരുന്ന ഫെയിലിയേഴ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഫെയിലിയർ. ഫസ്റ്റ് ലെറ്റ് us ലുക്ക് ആൻ എക്സാമ്പിൾ ഓഫ് സക്സസ്. ഒരു സക്സസ്ഫുള്ളി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് നമ്മൾ സെപ്പറബിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഫൈ എന്നെ നമുക്ക് എഫ് എൻ കോമ്പസിഷൻ ഫൈ എൻ മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റുന്നത്. സോ ആ സെപ്പറബിലിറ്റിയുടെ ഒരു സക്സസ് ആവുന്നൊരു കേസാണ് ഇവിടെ പറയുന്നത്. കൺസിഡർ ദ ഫംഗ്ഷൻ ഫൈ 3 ഈസ് ഈക്വൽ ടു എഫ് 3 പ്ലസ് എഫ് 2 എഫ് 1. ദിസ് ഫംഗ്ഷൻ ഈസ് ടൈപ്പ് 6 സെപ്പറബിൾ. ടൈപ്പ് 6 മീൻസ് ആ നേരത്തെ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലത്തിൽ ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത് എന്താണ്?
ഫൈ എന്നെ എഫ് എൻ കോമ്പസിഷൻ എഫ് എൻ മൈനസ് വൺ കോമ്പസിഷൻ എക്സെട്ര കോമ്പസിഷൻ എഫ് വൺ ആയിട്ട് എഴുതാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ടൈപ്സ് ഈ ഫൈ 3 എന്ന് പറയുന്നത് ടൈപ്പ് 6 സെപ്പറബിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടൈപ്പ് 6 സെപ്പറബിൾ മീൻസ് എന്താണ്? ഫൈ 3യെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും എന്നാണ്? എഫ് 3 കോമ്പസിഷൻ എഫ് 2 കോമ്പസിഷൻ എഫ് 1. ദാറ്റ് ഈസ് എന്താണ്? എഫ് 3 കോമ്പസിഷൻ ഫൈ 2 എന്ന് നമുക്ക് കൊടുക്കാം. വേറെ ഫൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് 2 കോമ്പസിഷൻ എഫ് 1 ആയിരിക്കണം. അതിനെ എഫ് 2 കോമ്പസിഷൻ ഫൈ 1 എന്ന് കൊടുക്കാം. വേറെ ഫൈ 1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് 1 ആയിരിക്കണം. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ സാധിക്കണം, സെപ്പറബിൾ ആയിരിക്കണം. നമുക്ക് നോക്കാം ഇത് അങ്ങനെയാണോ എന്ന്. ഈ ഫൈ 3 എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതാണ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫൈ 1 ആയിട്ട് എഫ് 1 ഡിഫൈൻ ചെയ്യുന്നു, ആയിട്ട് ഇവിടുത്തെ എഫ് 2 എഫ് 1 ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ ഫൈ 3 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് 3 പ്ലസ് എഫ് 2 എഫ് 1. സോ എഫ് 3 പ്ലസ് ഫൈ 2 എന്ന് കൊടുക്കാം. ആൻഡ് ഫൈ 2 എന്ന് പറയുന്നതിന് എങ്ങനെ കൊടുക്കാം? എഫ് 2 എഫ് 1 അവിടെ ഫൈ 1 എഫ് 2 ഫൈ 1 എന്ന് കൊടുക്കാം. അങ്ങനെ ആണെങ്കിൽ ഫൈ 3 ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്തായി? എഫ് 3 കോമ്പസിഷൻ ഫൈ 2 ആയി. ആൻഡ് ഫൈ 2 എന്ന് പറയുന്നത് എന്തായി? എഫ് 2 കോമ്പസിഷൻ ഫൈ 1 ആയി. വിത്ത് ഫൈ 1 എന്ന് പറയുന്നത് എഫ് 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഫൈ 3 എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞ പോലെ എഫ് 3 കോമ്പസിഷൻ ഫൈ 2, ഫൈ 2 എന്ന് പറഞ്ഞ എഫ് 2 കോമ്പസിഷൻ ഫൈ 1, ഫൈ 1 എന്ന് പറയുന്നത് എഫ് 1. ആ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ദ ഗിവൺ ഫംഗ്ഷൻ ഫൈ ഈസ് ടൈപ്പ് 6 സെപ്പറബിൾ. പിന്നെ ഇവിടുത്തെ കോമ്പസിഷൻ, ഈ കേസിൽ കോമ്പസിഷൻ അഡീഷനും ഈ കേസിൽ കോമ്പസിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനുമാണ്. അത് വിഷയമില്ല, കാരണം നമ്മളിത് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ കോമ്പസിഷൻ വിച്ച് ക്യാൻ ബി എയ്തർ അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. ഓരോ കോമ്പസിഷനും ഒന്നെങ്കിൽ അഡീഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം. എന്നല്ലാതെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന കോമ്പസിഷൻ എപ്പോഴും അഡീഷൻ ആയിരിക്കും, എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇനി ഇത് ഈ സെപ്പറബിലിറ്റി കണ്ടീഷൻ ഫെയിൽ ചെയ്യുന്നൊരു കേസ് നമുക്ക് നോക്കാം. Now let us look some examples of failure. Consider the function phi 3 is equal to f3 f2 plus f1. Okay, അങ്ങനെ ആണെങ്കിൽ ഇവിടെ എനിക്ക് phi 1 is equal to f1 എന്ന് എടുക്കുക. phi 2 ആയിട്ട് we can't take phi 1 is equal to f1 since it has no use here. കാരണം also we can't define phi 2 of the form phi 2 is equal to f2 composition f1. എനിക്ക് phi 1 is equal to f1 എന്ന് എടുത്തു. phi 2 ആയിട്ട് ഞാൻ എങ്ങനെ എടുക്കും? എഫ് 2 കോമ്പസിഷൻ എഫ് 1 എന്ന രീതിയിൽ എനിക്ക് എഫ് 2 പ്ലസ് എഫ് 1 എന്ന് എടുക്കാൻ പറ്റും. എഫ് 2 പ്ലസ് എഫ് 1 എന്നിട്ട് എഫ് 3 കോമ്പസിഷൻ ഫൈ 2 എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഏത് ഓപ്പറേഷൻ ഞാൻ കൊടുത്താലും ഇപ്പോൾ എഫ് 3 ഇൻറ്റു ഫൈ 2 എന്ന് പറയുന്നത് എഫ് 2 പ്ലസ് എഫ് 1 ആണെങ്കിൽ എഫ് 3 ഇൻറ്റു എഫ് 2 പ്ലസ് എഫ് 1 എന്ന് പറയുന്നതും അല്ല നമുക്ക് ഈ കിട്ടുന്ന ഫംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് ഫൈ 1ഉം ഫൈ 2 ഒക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതൊരിക്കലും സെപ്പറബിൾ രീതിയിൽ എഴുതാൻ സാധിക്കില്ല. Thus, the given function is not separable in the order 3, 2, 1 because no matter how we define phi 2, it is not possible to express phi 3 as f3 composition phi 2 where composition indicates either addition or multiplication. ഇനി സെപ്പറബിലിറ്റി പോകുന്ന അടുത്തൊരു എക്സാമ്പിൾ ആണ്. സിമിലർലി കൺസിഡർ അനദർ എക്സാമ്പിൾ ഫൈ 4 ഈസ് ഈക്വൽ ടു എഫ് 4 പ്ലസ് എഫ് 3 എഫ് 2 പ്ലസ് എഫ് 1. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതേ ഫംഗ്ഷൻ്റെ കൂടെ തന്നെ പ്ലസ് ഒരു എഫ് 4ഉം കൂടെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇതും സെപ്പറബിൾ അല്ല, കാരണം നമ്മൾ ഇവിടെ പറഞ്ഞ സാധിക്കില്ല. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. സെക്കൻഡ്ലി ഈ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്ലി റിക്കഴ്സീവ് ഒപ്റ്റിമൈസേഷൻ മേ നോട്ട് വർക്ക് ദോ ദ ഫംഗ്ഷൻ ഈസ് സെപ്പറബിൾ. ഇനി ഫംഗ്ഷൻ സെപ്പറബിൾ ആണ്, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ സെപ്പറബിൾ ആണ്, പക്ഷേ എന്നാൽ ഇവിടെ ഒപ്റ്റിമൈസേഷൻ റിക്കഴ്സീവ് ഫോമുല അത് നമുക്ക് റിക്കഴ്സീവ് ഒപ്റ്റിമൈസേഷൻ നടക്കാത്ത കേസ്, റിക്കഴ്സീവ് ഫോമുലയിലൂടെ കണ്ടുപിടിക്കുമ്പോൾ ഒപ്റ്റിമൈസേഷൻ നടക്കാത്തൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ മാക്സിമൈസ് u1 u2 u3 സബ്ജക്ട് 1 less than or equal to u1 less than or equal to 3, -2 less than or equal to u2 less than or equal to -1, -1 less than or equal to u3 less than or equal to 0. By observation we get the solution as maximum u1 u2 u3 is equal to 6. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ u1ന് ഞാനിവിടെ മാക്സിമം വാല്യൂ ആയ 3 കൊടുക്കുന്നു, u2ന് ഞാനിവിടെ മിനിമം വാല്യൂ ആയ -2ഉം u3ക്ക് മിനിമം വാല്യൂ ആയ -1ഉം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 6 കിട്ടില്ലേ? u1 ഇൻറ്റു u2 ഇൻറ്റു u3 3 ഇൻറ്റു -2 ഇൻറ്റു -1 ദാറ്റ് ഈസ് 6 കിട്ടും. അതാണ് വിത്ത് u1 ഈസ് ഈക്വൽ ടു 3, u2 ഈസ് ഈക്വൽ ടു -2, u3 ഈസ് ഈക്വൽ ടു -1, 6. ഇതിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കിട്ടും. പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് വെച്ച് ഞാൻ ഇത് സോൾവ് ചെയ്യുകയാണ്. ഹിയർ f1 ഈസ് u1, f2 ഈസ് u2, f3 ഈസ് u3. ഡിഫൈൻ ഫൈ 1 ഈസ് f1, ഫൈ 2നെ f2 f1 എന്ന് ഡിഫൈൻ ചെയ്യാം, ഫൈ 3യെ f3 f2 f1. സോ ദാറ്റ് ഫൈ 3 ഈസ് f3 കോമ്പസിഷൻ phi 2, phi 2 is f2 composition phi 1 with phi 1 is equal to f1 ആണ്. സോ ഇവിടെ സെപ്പറബിൾ ആണ്. ഇനി ബൈ റിക്കഴ്സീവ് ഫോമുലാസ് എനിക്ക് എങ്ങനെ എഴുതാം? മാക്സിമൈസ് u1 u2 u3
ഈസ് ഈക്വൽ ടു എന്താണ് u1 u2 u3 മീൻസ് u1 f1 u2 f2 u3 f3 ആണ്. സോ മാക്സിമൈസ് f1 f2 f3, അതായത് മാക്സിമൈസ് എന്താണ് 5 3, മാക്സിമൈസ് 5 3. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, f3 എന്ന് വിളിച്ചത്. മാക്സിമൈസ് 5n എന്ന് പറയുന്ന സംഭവത്തിനാണ് fn എന്ന് വിളിച്ചത്. സോ f3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, റിക്കർസീവ് ഫോമിൽ വെച്ച് എഴുതി കഴിഞ്ഞാൽ മാക്സിമൈസ് u3 ഓഫ് u3. ഓക്കെ, മാക്സിമൈസ് u3. 5 3 എന്ന് പറയുന്നത് എന്താണ്, 5 3 എനിക്ക് എങ്ങനെ എഴുതാം, u3 f2 എന്ന് പറഞ്ഞ് എഴുതാം. റിക്കർസീവ് റിലേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ എഴുതുന്നത്, റിലേഷൻ അപ്ലൈ ചെയ്യാൻ മീൻസ് റിക്കർസീവ് റിലേഷൻ എന്തായിരുന്നു, സംശയമുള്ളവർ നോക്കുക. എഫ് എൻ മാക്സിമൈസ് എഫ് എൻ കോമ്പസിഷൻ fn-1 ഓഫ് xn-1 എന്നാണ്. fn ഓഫ് xn, ഇവിടെ fn എന്ന് പറയുന്നത് u3 ആണ്. f3 ഈസ് u3, അതുകൊണ്ടാണ് ഞാൻ അവിടെ u3 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ മാക്സിമൈസ് u3 ഇൻറ്റു എഫ് വരും, വേറെ f2 ഈസ് മാക്സിമൈസ് u2 ഇൻറ്റു സ്മോൾ f2 ഇൻറ്റു f1 എന്നാണ് വരുന്നത്. സ്മോൾ f2 ഈസ് u2 ഇൻറ്റു f1 ആൻഡ് f1 ഈസ് സ്മോൾ f1 ദാറ്റ് ഈസ് ഈക്വൽ ടു u1 ആണ്. വർക്കിംഗ് ബാക്ക്, നമ്മൾ ബാക്കിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ f2 എന്ന് പറയുന്നത് എന്താണ്, മാക്സിമൈസ് u2 u2 f1 ദാറ്റ് ഈസ് മാക്സിമൈസ് u2 ആൻഡ് f1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ F1 ഈസ് u1. സോ മാക്സിമൈസ് u2 u1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇവിടെ -1 എന്ന വാല്യൂ എനിക്ക് കിട്ടിയതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് u1 ഉം u2ൻ്റെ പ്രോഡക്റ്റ് ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു u1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു u2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ദ ബൗണ്ടറി വാല്യൂസ് ഓഫ് u2 ആൻഡ് u1 ആൻഡ് ടേക്ക് ദ മാക്സിമം. ഈ u2ൻ്റെ u1ൻ്റെ ബൗണ്ടറി വാല്യൂസ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ കിട്ടുന്ന u2 u1 കണ്ടുപിടിക്കുക, അതിൽ നിന്ന് മാക്സിമം വാല്യൂ എടുക്കുന്നു. സോ ഫസ്റ്റ് u1 എന്ന് പറയുന്ന 1ഉം u2 എന്ന് പറയുന്ന -2ഉം കൊടുത്ത് കണ്ടുപിടിക്കുന്നു u2 u1. അടുത്ത u1 എന്ന് പറയുന്ന 1ഉം u2ന് ഈ ബൗണ്ടറി വാല്യൂ -1ഉം കൊടുക്കുന്നു. നെക്സ്റ്റ് u1ൻ്റെ 3 എന്ന് പറയുന്ന ബൗണ്ടറി വാല്യൂ കൊടുക്കുന്നു, u2ൻ്റെ 2 വാല്യൂസ് കറസ്പോണ്ടിങ് കൊടുക്കുന്നു. സോ ഈ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ മാക്സിമം വരുന്ന വാല്യൂ ഏതാണ്, -1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ f2ൻ്റെ വാല്യൂ -1 വന്നത്. നെക്സ്റ്റ് f3 എന്ന് പറയുന്നത് എന്താണ്, മാക്സിമൈസ് u3 f2. സോ ഇവിടെ f2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, -1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാക്സിമൈസ് u3 ഇൻറ്റു -1, അതായത് മാക്സിമൈസ് u3 -u3. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 കിട്ടുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. u3 എന്ന് പറയുന്നത് എന്താണ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ചെക്ക് ഫോർ ബൗണ്ടറി വാല്യൂസ്. ബൗണ്ടറി വാല്യൂസിന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി, അവിടെ മാക്സിമം മിനിമം വരുള്ളൂ. u3യുടെ ഫസ്റ്റ് ബൗണ്ടറി ആയ -1 കൊടുക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ -u3 എന്ന് പറയുന്ന 1 കിട്ടും. നെക്സ്റ്റ് ബൗണ്ടറി u3 ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ -u3 എന്ന് പറയുന്നത് 0 കിട്ടും. സോ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, -u3യുടെ മാക്സിമം വാല്യൂ ഇസ് 1 ആണ്. ദസ് f3 ഈസ് ഈക്വൽ ടു 1 കിട്ടി. ദസ് ബൈ ഇക്വേഷൻ 1 മാക്സിമം ഓഫ് u1 u2 u3, ഇക്വേഷൻ 1 എന്ന് ഞാൻ ഇതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ മാക്സിമം u1 u2 u3 ദാറ്റ് ഈസ് ഈക്വൽ ടു f3 ആണ്. സോ മാക്സിമം u1 u2 u3 ഈസ് ഈക്വൽ ടു f3, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1, വിച്ച് ഈസ് റോങ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട u1 u2 u3യുടെ മാക്സിമം വാല്യൂ 1 എന്നാണ് കിട്ടിയത്, 1 അല്ല, അതിലും വലിയ മാക്സിമം വാല്യൂസ് വരുന്നുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ എന്ത് കിട്ടി, 6 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വഴി കിട്ടിയ ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും മാക്സിമം വാല്യൂ അല്ല, ദാറ്റ് ഈസ് റോങ്. സോ ഇവിടെ ഈ 5 എന്ന് പറയുന്നത് ഫംഗ്ഷൻ സെപ്പറബിൾ ആണെങ്കിൽ പോലും റിക്കർസീവ് ഒപ്റ്റിമേഷൻ നടക്കാത്തൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ.